ഇന്ന് പുതിയ GDP ഡാറ്റ വന്നു. അത് ബേസ് ഇയർ 2022-23 പുതിയ സ്കെയിൽ വെച്ചിട്ടാണ്. നമ്മളെക്കുറിച്ച് IMF പറഞ്ഞിരുന്നത് നമ്മുടെ 2011 ബേസ് ഇയർ വെച്ചിട്ടുള്ള GDP കറക്റ്റ് അല്ല എന്ന് ഒരു ആരോപണം ഉണ്ടായിരുന്നു. പുതിയത് കൂടുതൽ ഡേറ്റ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ്, കുറെ കൂടി ഫാക്ച്വലാണ്. ഇത് വന്നപ്പോൾ നമുക്കൊരു ഗുണമുണ്ടായി. GDP പ്രതീക്ഷിച്ചതിനേക്കാൾ 0.3% കൂടുതലാണ് ഇത്തവണ കിട്ടിയത്. 7.8%, അതായത് ഡിസംബർ എൻഡിങ് ക്വാർട്ടറിൽ ആനുവൽ GDP 7.4 നിന്ന് 7.6 കയറും പ്രതീക്ഷിക്കുന്നു. നോമിനൽ GDP ആണ് സ്റ്റോക്ക് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചോളം പ്രാധാന്യം. അത് 8.6 നിന്ന് 8.9% ആ ഗ്രോത്ത് വരുന്നത്, റിവൈസ്ഡ് ഗ്രോത്ത് വരുന്നത്. നോമിനൽ GDP ആണ് കോർപ്പറേറ്റ് ഏർണിങ്സിനെ ബാധിക്കുന്നത്. കോർപ്പറേറ്റ് ഏർണിങ്സ് ആണ് സ്റ്റോക്കിന്റെ പ്രൈസിനെ നിശ്ചയിക്കുന്നത് ഫണ്ടമെന്റലി. അപ്പോൾ പ്രോഫിറ്റ് കൂടുന്നതാണ് 1.5 to 5.2%. ഏതൊക്കെ സെക്ടർ ബെറ്ററായിട്ട് അഫക്റ്റ് ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാനുഫാക്ചറിങ്, സർവീസസ്, ഓട്ടോമൊബൈൽ, ഇൻഫ്ര ഇതൊക്കെയാണ് മുൻനിരയിൽ വരുന്നത്. ഈ ഡേറ്റ പറയുന്നത് അനുസരിച്ചിട്ട് ബാക്കിയുള്ള ഫാക്ടേഴ്സ് മാറ്റി നിർത്തിയാൽ ഈ ക്വാർട്ടറിൽ സ്റ്റോക്ക് പ്രൈസസ് ബെറ്റർ ആവും എന്നാണ്. അതിൻ്റെ കൂടെ നമ്മൾ വായിക്കേണ്ടത് ഫെബ്രുവരിയിൽ FIS $2.1 ബില്യൺ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്തിട്ടുണ്ട്. ഇതൊരു അഡ്വൈസ് അല്ല, ഒരു സെമി രജിസ്ട്രേഡ് അഡ്വൈസറെ കൊണ്ട് മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. വീക്കെൻഡിൽ ഇൻവെസ്റ്റിങ്ങിനെ കുറിച്ചും സ്റ്റോക്സിനെ കുറിച്ചുള്ള സ്ട്രാറ്റജിയെ കുറിച്ചുള്ള ലോങ് വീഡിയോസ് പ്രതീക്ഷിക്കാം. താങ്ക് യു.